ഈ ഡയഗ്രം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബർത്ത് സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മൂണിൻ്റെ പൊസിഷനാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ആ പോർഷൻ എന്ന് പറയുന്നത് ഹാഫ് മൂണാണ്. പകുതി ബ്രൈറ്റും പകുതി ഡാർക്കുമായിട്ടുള്ള ഹാഫ് മൂണാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് താഴെ വരുമ്പം അത് നേരെ ഓപ്പോസിറ്റായിട്ട് തിരിയും. ലെഫ്റ്റ് സൈഡ് ലൈറ്റും റൈറ്റ് സൈഡ് ഡാർക്കുമായിട്ട് തിരിയും. ഇനി അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കറുത്ത വാവാണ്, മൂണിനെ കാണാൻ പറ്റത്തില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വെളുത്ത വാവാണ്, പൂർണ്ണചന്ദ്രനാണ്. ഇനി ആ ചന്ദ്രൻ്റെ പല സ്റ്റേജസ് ആണ് ആ പുറമേയുള്ള ഔട്ടറിൽ കാണുന്ന ഓരോ സർക്കിൾസും. അപ്പോൾ ഇത് നമ്മുടെ ബർത്ത് സ്റ്റാറുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഡയഗ്രാം. അപ്പോൾ നിങ്ങളുടെ ബർത്ത് സ്റ്റാർ ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മലയാളത്തിലാണോ എങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക, ഇംഗ്ലീഷിലാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. സോ അതുപോലെ ഇംഗ്ലീഷിനകത്ത് ഏരീസ്, അക്വേറിയസ്, ജെമിനി എന്നൊക്കെ പറയുന്ന രീതിയിൽ. സോ അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന, ഇംഗ്ലീഷിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ബർത്ത് സ്റ്റാറിൻ്റെ ഇതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പിക്ചറൈസേഷനും അതിൻ്റെ പേരും ഒക്കെയാണ് ഇതിനകത്ത് വരച്ചിരിക്കുന്നത്. നടുക്ക് കിടക്കുന്നത് സൂര്യനാണ്. ആ സൂര്യൻ്റെ റിഫ്ലക്ഷനിൽ ചന്ദ്രൻ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതാണ് ഔട്ടർ സർക്കിളിനകത്തുള്ള സർക്കിൾസ്. നടുക്ക് സൂര്യനും ഔട്ടർ സർക്കിളിനകത്ത് ചന്ദ്രനും. സോ സൂര്യൻ്റെ ലൈറ്റാണ് ഈ ചന്ദ്രനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ഏത് ബർത്ത് സ്റ്റാറുമായിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഈ ഡയഗ്രാമത്തിനകത്തുനിന്ന് നമ്മുടെ സോഡിയക് സൈൻ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഏതാണെന്നുള്ളത് നോക്കുക. അപ്പോൾ എന്തിനാണ് ഈ ഡയഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനകത്ത് നമ്മുടെ ബർത്ത് സ്റ്റാർ എന്നാണോ ആ ദിവസത്തിലായിരിക്കും ഈ ഒരു സെക്രിയേഷൻസ് ഉണ്ടാകുന്നത്. ഞാനത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കി തരാം. നമ്മുടെ ശരീരത്തിനകത്ത് സെക്ഷൽ ഹോർമോൺസ് സെക്രിയേഷൻസ് ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്പർശനം കൊണ്ടോ നോട്ടം കൊണ്ടോ ഒക്കെ നമ്മുടെ ഒരു ഉത്തേജനം ശരീരത്തിൽ വരുമ്പോഴാണ് നമ്മുടെ സെക്ഷൽ ഹോർമോൺസ് ആ സെക്രിയേഷൻസ് ഉണ്ടാകുന്നത്. അത് മെയിലിനാണെങ്കിലും ഫീമെയിലിനാണെങ്കിലും. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ വന്നാൽ മാത്രമേ പീട്യൂട്ടറി ഗ്ലാൻഡിനകത്തു നിന്നും പീനിയൽ ഗ്ലാൻഡിനകത്തു നിന്നും ആ സ്രവം, ആ സെക്രിയേഷൻസ് ഉണ്ടാകത്തുള്ളൂ. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കട്ടെ. സോ എങ്ങനെയാണോ നമ്മുടെ സെക്ഷൽ ഓർഗൻസിനകത്ത് നിന്ന് സെക്രിയേഷൻസ് ഉണ്ടാകുന്നത്, അത് സ്പർശനത്തിലൂടെ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോഴാണ്, അതുപോലെ തന്നെ പീനിയൽ ഗ്ലാൻഡിനകത്തു നിന്നും പീട്യൂട്ടറി ഗ്ലാൻഡിനകത്തു നിന്നും സെക്രിയേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കണം. ഈ സ്റ്റിമുലേഷന് പല രീതിയിൽ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം. നാച്ചുറലായിട്ട് സ്റ്റിമുലേഷൻ സംഭവിക്കുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെ ഓട്ടോമാറ്റിക്കലി സ്റ്റിമുലേഷൻ സംഭവിക്കുന്നത് ഓരോ മാസവും നമ്മുടെ ആ ജന്മനക്ഷത്രം വരുന്ന ദിവസത്തിലാണ് ആ സ്റ്റിമുലേഷൻ ഉണ്ടാകുക. ചില മാസത്തിൽ ഒന്നിലധികം തവണ നമ്മുടെ ബർത്ത് സ്റ്റാർ വരുന്ന ദിവസം ഉണ്ടാകും. ചില മാസങ്ങളിൽ ഒരു തവണയായിരിക്കും. അത് നമ്മുടെ മലയാളം കലണ്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ബർത്ത് സ്റ്റാർ വരുന്ന ഇതുമായിട്ട് കണക്ട് ചെയ്ത ഡേറ്റ് എന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോ ആ ഡേറ്റിലായിട്ടായിരിക്കും ഈ ഒരു സെക്രിയേഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുക. അപ്പോൾ രണ്ട് രീതിയിലുണ്ടാക്കാം. ഒന്ന് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും, മറ്റത് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടറിലൂടെ നമുക്കത് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാം. സോ നാച്ചുറലി ഉണ്ടാകുന്ന കാര്യം ഞാനിപ്പോൾ പറഞ്ഞത്, ഓരോ മാസവും നമ്മുടെ ബർത്ത് സ്റ്റാർ വരുന്ന ദിവസമായിരിക്കും നാച്ചുറലി സംഭവിക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെൻറ്റുമായിട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഡയഗ്രത്തിനകത്ത് ആദ്യം കാണിച്ചിരിക്കുന്ന പിക്ചർ നമ്മുടെ ബ്രെയിനും തലയോട്ടിയും, അതിനകത്തുനിന്ന് നമ്മുടെ നട്ടെല്ല്, അതിൻ്റെ കശേരുക്കളടക്കമുള്ള ഒരു പിക്ചറാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ അസ്ഥികൂടമാണ്. മൂന്നാമത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ ബൈബിളിനകത്തുമുള്ള ജീസസിൻ്റെ മിഷൻ ഒക്കെ നടന്നിരിക്കുന്ന ആ ഒരു ഗലീലി, ബെത്ലഹേം, ജൂഡ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭൂപടം നമ്മുടെ ബൈബിളിൽ എല്ലാ ബൈബിളിനകത്തും ഇതുണ്ടാകും. ആ ഭൂപടമാണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഭൂപടം ഇങ്ങനെ കാണിക്കാനായിട്ടുള്ള കാരണം, ഇറ്റ്സ് ഈക്വൽ ടു നമ്മുടെ ആ ബ്രെയിനകത്തുനിന്നും താഴോട്ട് വരുന്ന ആ നട്ടലിൻ്റെ ആ ഭാഗങ്ങളും നമ്മുടെ ഈ ഒരു സ്കെലിറ്റനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഭൂപടത്തിൻ്റെ സ്ട്രക്ചറും കിടക്കുന്നത്. ആ ഭൂപടത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് കിടക്കുന്ന കനാൽ, സീ ഓഫ് ഗലീലി, അവിടെയാണ് നമ്മുടെ ബ്രെയിൻ വരുന്നത്. അവിടെ നിന്ന് താഴോട്ട് ആ നട്ടലിലൂടെ ആ വെള്ളം ഒഴുകി താഴെ ആ ഡെഡ് സീയിലകത്തേക്ക് പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഭൂപടം കിടക്കുന്നത്. സോ എന്താണോ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന, തലച്ചോറ്, നട്ടെല്ല്, ആ ഘടന, അതേ രീതിയിലുള്ള റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ്
ഈ ഒരു ഭൂപടവും ബൈബിളിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊന്നും പെട്ടെന്ന് നമ്മുടെ മൈൻഡിനകത്ത് ഇതൊന്നും രജിസ്റ്റർ ആകത്തില്ല. കാരണം നമ്മൾ ഇത്രയും കാലം ബൈബിളിനെ കണ്ടിരിക്കുന്നത് മറ്റൊരു ആസ്പെക്റ്റിനകത്തായതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്കത് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകത്തില്ല. പക്ഷേ ഇതിനകത്ത് ബോഡി കോൺഷ്യസിനകത്ത് ഇത് ചിന്തിക്കുന്ന സമയത്ത് ഈ രീതിയിൽ ഇതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ജീസസ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ശരിക്കും നമ്മുടെ പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനകത്തുനിന്നും പീനിയൽ ഗ്ലാൻഡിനകത്തുനിന്നും ഉണ്ടായി വരുന്ന സ്രവം കമ്പൈൻഡായിട്ട് ഒരു ഓയിലായിട്ട് മാറുന്ന അതിനെയാണ് ജീസസ് എന്ന് പറയുന്നത്. സോ നസറേത്ത് എന്ന് പറയുന്ന ആ ഹെഡിനകത്ത് നിന്ന്, നസറേത്താണ് ആ ടോപ്പിൽ വരുന്നത്, നസറേത്ത് എന്ന് പറയുന്ന ഹെഡിനകത്ത് നിന്ന് ആ ഓയിൽ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനകത്തുനിന്നും പീനിയൽ ഗ്ലാൻഡിനകത്തുനിന്നും വരുന്ന ഹണിയും മിൽക്കും കൂടെ ചേർന്ന് ആ ഓയിലായിട്ട് അവിടെ നിന്ന് താഴോട്ട് വരുന്നു എന്നുള്ളതാണ് ബൈബിൾ പറയുന്ന സങ്കല്പം. ഓക്കെ, അപ്പോൾ ജോസഫ് എന്ന് പറഞ്ഞ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു പീനിയൽ ഗ്ലാൻഡ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് മെയിലിനെയും പീറ്റ്യൂട്ടറി ഗ്ലാൻഡ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഫീമെയിലിനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് എന്ന് പറയുന്ന പേര് പീനിയൽ ഗ്ലാൻഡിന് നമുക്ക് കൊടുക്കാം, മേരി എന്ന് പറയുന്ന പേര് പീറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് കൊടുക്കാം. അപ്പോൾ ജോസഫിൽ നിന്നുണ്ടായി വരുന്ന ആ സ്രവവും മേരിയിൽ നിന്നുണ്ടായി വരുന്ന സ്രവവും, അതായത് പീനിയൽ ഗ്ലാൻഡിനകത്തുനിന്നുണ്ടായി വരുന്ന സ്രവവും പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനകത്തുണ്ടായി വരുന്ന സ്രവവും, ഈ രണ്ട് സ്രവവും ഉണ്ടാകുന്നത് ഇത് തമ്മിലുള്ള കോമ്പിനേഷനകത്തല്ല, ഇത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടോ നാച്ചുറലായിട്ടുള്ള സൂര്യൻ്റെയും മൂണിൻ്റെയും ഇമ്പാക്റ്റ് കൊണ്ടോ ആണ് ശരിക്കും ഈ സെക്രിയേഷൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ബൈബിളിനകത്ത് ഇവർ തമ്മിലുള്ള കൂടിച്ചേരലില്ലാതെ തന്നെ ഈ സെക്രിയേഷൻ ഉണ്ടാകുമെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ പീനിയൽ ഗ്ലാൻഡും പീറ്റ്യൂട്ടറി ഗ്ലാൻഡും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നല്ല സെക്രിയേഷൻ ഉണ്ടാകുന്നത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടാണ്. അപ്പോൾ ആ ഉണ്ടായ സെക്രിയേഷൻ ഒരുമിച്ചാകുകയും അത് ആണ് ജീസസ് എന്ന് പറയുന്ന പേരിനകത്ത് നിന്ന് നമ്മൾ ഡിനോട്ട് ചെയ്ത് തന്നെ താഴോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ജീസസ് എന്ന് പറയുന്ന ഈ ഓയിൽ ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനകത്ത്, ഇത് രണ്ടിൻ്റെയും കൂടെ സങ്കലനത്തിനകത്ത് അതിങ്ങനെ താഴോട്ട് വരുന്നതിനെയാണ് റിവർ ഓഫ് ജോർദാൻ എന്ന് പറഞ്ഞ് ആ താഴോട്ട് ആ സീ ഓഫ് ഗലീലിൽ നിന്ന് താഴോട്ട് കാണിച്ചിരിക്കുന്ന കനാൽ എന്ന് പറയുന്നത്, ഈ ജോർദാൻ എന്ന് പറയുന്ന റിവർ എന്ന് പറയുന്നത് ഈ സെക്രിയേഷൻ താഴോട്ട് വരുന്ന ആ പാത്തിനെയാണ്. സോ ശരീരത്തിൽ എവിടെ കൂടെയാണ് വരുന്നത്? ഈ പീനിയൽ ഗ്ലാൻഡിൻ്റെയും പീറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെയും കൂടെ ഒരുമിച്ച് ആ സെക്രിയേഷൻ ജോയിൻ ആയിട്ട് അത് നേരെ നമ്മുടെ സ്പൈനൽ കോഡ് വഴിയാണ് താഴോട്ട് വരുന്നത്. അപ്പോൾ ഇത് നേരെ എവിടെ വരും? ബേത്ലഹേമിലേക്ക്, ഇങ്ങനെ താഴെ അറ്റം, അതായത് നമ്മുടെ ആ ഒരു ബട്ടക്സ് വരുന്ന ഭാഗത്ത്, സേക്രം വരുന്ന ഭാഗത്ത് അങ്ങ് താഴോട്ട് ആ ബേത്ലഹേം എന്ന് പറയുന്ന ഭാഗത്തേക്ക് അത് വരും. അപ്പോൾ അവിടെയാണല്ലോ ജീസസ് വന്ന് പിറക്കുന്നു, ജനിച്ചു എന്ന് പറയുന്ന ബേത്ലഹേമിലാണല്ലോ. സോ ഇതിൻ്റെ ശരിക്കുമുള്ള ആക്ടിവേഷൻ വരുന്നത് അതിങ്ങനെ നമ്മുടെ സ്പൈനൽ കോഡ് കൂടെ താഴെ അറ്റത്ത് വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആക്ടിവേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ സേക്രം ബോണിൻ്റെ അറ്റത്ത്, അത് ഡെഡ് സി എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. താഴെയുള്ള ആ ഡെഡ് സി എന്ന് പറയുന്നത് ആ നട്ടലിൻ്റെ അവസാന ഭാഗമായ ആ സേക്രം, ആ ഭാഗത്ത് ആ സേക്രം ബോണിനകത്താണ് ഇത് വന്ന് കളക്റ്റ് ആകുന്നത്. അപ്പോൾ ഈ ഓയിലിങ്ങിനെ പ്രോസസ്സ് ചെയ്ത് താഴെ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ഓയിൽ മുകളിലോട്ട് കയറേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാനത് ആദ്യം കൂടി ഒന്ന് പറയാം. പീനിയൽ ഗ്ലാൻഡിനകത്തുനിന്നും പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനകത്തുനിന്നും വരുന്ന സ്രവം ഒരുമിച്ചായിട്ട് അത് താഴോട്ട് സ്പൈനൽ കോഡ് വഴി താഴെ വന്നിട്ട് താഴെ ആ സാക്രം ബോണിനകത്ത് വന്നതിന് ശേഷം അവിടെ ഇത് ഓയിലായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇത് തിരിച്ച് സ്പൈനൽ കോഡ് വഴി തിരിച്ച് ബ്രെയിനിലേക്ക് എത്തണം. അപ്പോഴാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇപ്പോൾ താഴെ വന്നിരിക്കുന്ന ഓയിലിനെ വിളിക്കുന്ന പേര് ജീസസ് എന്നാണ്. ഓക്കെ, സോ ഈ സ്ഥലത്ത് ബൈ ഡീഫോൾട്ട് ഈ ഓയിൽ 3 ദിവസം ഇരിക്കും. 3 ദിവസം കഴിഞ്ഞിട്ട് ഇതിനെ തിരിച്ച് ഈ സ്പൈനൽ കോഡ് വഴി നമുക്ക് മുകളിലേക്ക് കയറ്റണം. അപ്പോൾ 3 ദിവസം കഴിയുമ്പം ഈ ഓയിൽ സ്റ്റേജിൽ നിന്ന് ഇത് ഗ്യാസ് സ്റ്റേജിലേക്ക് പരിവർത്തനത്തിന് വിധേയമാവും, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. സോ ഈ ഓയിൽ സ്റ്റേജിൽ ഇരുന്ന് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഇതിനെ സ്പൈനൽ കോഡ് വഴി മുകളിലേക്ക് കയറ്റാൻ പറ്റത്തില്ല. അത് ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ തിരിച്ച് നമുക്കിതിനെ കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചു, നല്ല ലിക്വിഡ്, നല്ല എന്താ പറയുക, തിക്കായിട്ടുള്ള ലിക്വിഡ് ഒരു ട്യൂബ് വഴി നമുക്കിങ്ങനെ താഴെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ ലിക്വിഡിനെ, നല്ല ഫ്ലൂയിഡായിട്ടിരിക്കുന്ന തിക്കായിട്ടിരിക്കുന്ന ഈ ലിക്വിഡിനെ
തിരിച്ച് മുകളിലേക്ക് ഈ ട്യൂബ് വഴി കയറ്റണമെങ്കിൽ നമ്മൾ ദൂരം കഷ്ടപ്പെടേണ്ടി വരും. ഒരു ട്യൂബിനകത്താണെങ്കിൽ ഒന്ന് ആലോചിച്ചേ. ഹണി പോലെ നല്ല തിക്കായിട്ടുള്ള ആ സ്രവത്തെ എങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറ്റും? സോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് 3 ദിവസം ഈ ഒരു സാക്രം ബോണിനകത്ത് ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് മെല്ലെ ഇതിൻ്റെ ഘടന പരിവർത്തനത്തിന് വിധേയമായിട്ട് ഇതൊരു ഗ്യാസ് ഫോമാറ്റിലേക്ക് മാറും. അപ്പോൾ ഗ്യാസ് ഫോമാറ്റിലേക്ക് മാറുന്നതിനെയാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ക്രൈസ്റ്റ് ഓയിലായിട്ട് മാറും. അപ്പോൾ ഗ്യാസ് ഫോമേഷനകത്തേക്ക് മാറും, ഒരു പരിവർത്തനത്തിന് വിധേയമാവും. അത് കഴിഞ്ഞിട്ടാണ് ഇതിനെ നമുക്ക് മേലോട്ട് തിരിച്ച് സ്പൈനൽ കോഡ് വഴി ആ തലച്ചോറിനകത്തേക്ക് എത്തിക്കാൻ പറ്റുക. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സ്, ആ ഒരു സൈക്കിൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നട്ടെല്ലിൻ്റെ ഒരു കശേരുവിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനെ വെട്രിബ്രൽ എന്നാണ് പറയുന്നത്. ഇതിനൊരു ആർക്കും ഒരു ബോഡിയും ഉണ്ടാകും. നമ്മുടെ നട്ടെല്ലിൻ്റെ ടോപ്പ് വ്യൂ എടുക്കുമ്പോഴത്തേക്ക് ഈ രീതിയിലാണ് കാണുന്നത്. ഒരു കശേരുവിനെ എടുക്കുമ്പോൾ ഈ രീതിയിലാണ് കാണുന്നത്. അതിൻ്റെ നടുക്ക്, നമ്മുടെ നട്ടെല്ലിൻ്റെ നടുക്ക് ഈ ഒരു വെട്രിബ്രലിൻ്റെ നടുക്ക് ഒരു ഹോളുണ്ട്, അതിൻ്റെ ബോഡിയുമുണ്ട്. സോ ഇതിങ്ങനെ അടുക്കി മുകളിലേക്കാണ് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ ഓരോ കശേരുക്കളിങ്ങനെ അടുക്കി വെക്കുമ്പോഴാണ് നട്ടെല്ലിങ്ങനെ വരുന്നത്. അതിനകത്തുള്ള ഒരെണ്ണത്തിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ നടുക്ക് കൂടെ കിടക്കുന്ന ഈ ഹോൾ വഴിയാണ് ഈ ഓയിൽ ഇങ്ങനെ താഴോട്ട് വരുന്നത്. ഓക്കെ, അതിന് സാക്രം ബോണിൻ്റെ അടിയിലേക്ക് അത് പിന്നെ വരുന്നത്. ആ സാക്രം ബോണിനെയാണ് ഒരു കേവായിട്ട്, നമ്മൾ ജീസസ് 3 ദിവസം ഒരു കല്ലറയിൽ വെച്ചു എന്നൊക്കെ പറയത്തില്ലേ. സോ ആ കേവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാക്രം ബോണാണ്. നമ്മുടെ ഡിസ്കിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ആ നട്ടെല്ല് വന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന സാക്രം ബോൺ. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേവ് പോലെ, ഒരു ഗുഹ പോലെ അത് കാണുന്നത്. സോ ജീസസിന് അടക്കം ചെയ്തു എന്ന് പറയുന്നത് ആ കേവിനകത്താണ്. അവിടെയാണ് ഇത് വന്ന് 3 ദിവസം റെസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൾ സയൻസ്. സ്പിരിച്വാലിറ്റി ഈസ് ഓൾവേസ് സയൻസ്. സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിനെ സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഊഹാഭോഗങ്ങളിൽ ഉള്ളതിനെ സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അതിനെ മതമെന്നോ അന്ധവിശ്വാസമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. സോ കോർ സ്പിരിച്വാലിറ്റി ഈസ് സയൻസ്, പ്യൂർലി സയൻസ്. പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സയൻസ് തന്നെയാണ് സ്പിരിച്വാലിറ്റി. ഫൈൻ. സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ 3 ദിവസം ജീസസ് ആ കേവിനകത്ത് ഇരുന്നതിനെയാണ് ആ സ്കാറ്റർ ബോണിനകത്ത് അത് ആ റെസിഡ്യൂ ആയിട്ട് ആ ഓയിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ഒരു അടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. അവിടെ നിന്ന് റിസറക്റ്റ് ചെയ്തിട്ട് തിരിച്ചിതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് തിരിച്ച് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. ഫൈൻ. അപ്പോൾ നിങ്ങൾ ഇത് നാച്ചുറലി ഇതിങ്ങനെ താഴോട്ട് വന്ന് ആ ഒരു സ്കാറ്റർ ബോർഡിനകത്ത് ഇത് വരും. അത് കഴിഞ്ഞിട്ട് തിരിച്ചിതിനെ ബ്രെയിനിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സ് അതിന് നമ്മൾ ചെയ്യേണ്ടി വരും, എഫേർട്ട് ഇടേണ്ടി വരും. നാച്ചുറലി അത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അവിടെയാണ് ഈ റിസറക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് വരുന്നത്. ജീസസിന് 12 ഡിസൈപ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ബൈബിളിനകത്ത്. ഈ 12 ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് തലച്ചോറിനകത്തുനിന്ന് പുറപ്പെടുന്ന 12 പെയറിലുള്ള ക്രാനിയൽ നെർവ്സ് ഉണ്ട്. ഇത് പെയറായിട്ടാണ് ഇരിക്കുന്നത്. സോ ഇത് നിങ്ങൾ ഗൂഗിളിനകത്ത് ഈ ഒരു വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തോ നിങ്ങളുടെ മൊബൈലിനകത്തോ ഇത് കിട്ടും. 12 പേരിലുള്ള ക്രാനിയൽ നെർവ്സ് ഉണ്ട്. ഈ 12 പേരിനെയാണ് 12 ഡിസൈപ്പിൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരീരം മുഴുവൻ, നമ്മുടെ തലച്ചോറിൽ നിന്ന് തുടങ്ങി ശരീരം മുഴുവൻ വ്യാപരിച്ച് കിടക്കുന്ന നെർവ് സിസ്റ്റമാണിത്. അപ്പോൾ 12 ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അത് 12 പെയർ ഓഫ് നെർവ്സ് ആണ്. ഇനി ജീസസും ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചു എന്ന് പറയുന്ന അപ്പർ റൂം എന്ന് പറയുന്നതും നമ്മുടെ ബ്രെയിനാണ്. ആ 12 ശിഷ്യന്മാരെന്ന് പറയുന്നത് ഈ 12 നെർവ് സിസ്റ്റമാണ്. അപ്പോൾ ആ അപ്പർ റൂമിനകത്തിരുന്നാണ് ഇതിനെ വീതിച്ച് കൊടുക്കുന്നത്. അപ്പവും പിന്നെ ബ്രെഡും ഒക്കെ വീതിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് ഈ അപ്പർ റൂമിനകത്തിരുന്ന. സോ അവിടെ ഈ പീട്യൂട്ടറി ഗ്ലാൻഡിനകത്തുനിന്നും പീനിയൽ ഗ്ലാൻഡിനകത്തുനിന്നും വരുന്ന ഈ സ്രവത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ശരീരം മുഴുവൻ അത് വ്യാപിക്കണം. ആ ഡിസ്ട്രിബ്യൂഷൻ ഈ നെർവ് സിസ്റ്റത്തിനോട് അകത്തൂടെയാണ് ശരീരം മുഴുവൻ എനർജിയായിട്ട് പാസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് പിന്നത്തെ സ്റ്റേജിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ 12 പേരുമാണ് ആ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിച്ചു, 12 കൊട്ട നിറച്ചെടുത്തു എന്നൊക്കെ പറയുന്ന കാര്യം ഈ ശരീരം മുഴുവൻ ഈ എനർജിയുടെ ഒരു ഫ്രാഗ്നൻസ്, അതിൻ്റെ ഒരു അംശം എത്തുന്ന ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്ന അത്ഭുതമെന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യം. ഫൈൻ.
ഇനി ഇതിനകത്ത് വരുന്നത് നമ്മുടെ ബോഡി. നമ്മുടെ കൊരിന്ത്യർ ലേഖനത്തിനകത്തും ഹീബ്രുവിനകത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ശലോമോൻ വെച്ച ദേവാലയത്തിൻ്റെ സ്ട്രക്ചറും നമ്മുടെ ശരീരവും ഏകദേശം സിമിലറാണ്. മോസ്റ്റ് ഹോളി പ്ലേസും ഓൾട്ടർ പ്രാകാരവും കൂടെ ചേർന്നതാണ് ജെറുസലേം ദേവാലയം. അതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തുമുള്ളത്. ആ രണ്ടിൻ്റെയും പിക്ചറൈസേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ശലോമോൻ പണിത ദേവാലയം ഈ സ്ട്രക്ചറിലായിരുന്നു, നമ്മുടെ ബോഡി ഈ സ്ട്രക്ചറിലായിരുന്നു. അപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് ഹെവനായിട്ടും, അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് ഹെവനായിട്ടും, ഹീൽ നമ്മുടെ കാലിൻ്റെ പാദത്തിനെയാണല്ലോ ഹീൽ എന്ന് പറയുന്നത്, ആ ഹീൽ എന്ന് പറയുന്നത് ഹെൽ എന്ന് പറയുന്ന രീതിയിലുമാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഹെഡ് ഹെവൻ, ഹീൽ ഹെൽ. ഓക്കെ, അപ്പോഴേ ആ ഫ്ലോ കറക്റ്റ് ആകത്തുള്ളൂ. തലയിൽ നിന്ന് പാദം വരെ ആ എനർജി ഫ്ലോ ചെയ്യണം. ആ എനർജി ഫ്ലോയാണ് ശരിക്കും പറഞ്ഞ ഈ ബിൽഡിംഗ് അല്ലെങ്കിൽ ബോഡി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് സെക്ഷനകത്ത് ഞാൻ ആ ഓയിലിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നും ഓയിലിൻ്റെ ഫ്ലോ എങ്ങനെയാണ് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നും തിരിച്ചതിനെങ്ങനെയാണ് റിസറക്ഷൻ ചെയ്ത് തിരിച്ച് ബ്രെയിനിലേക്ക് എത്തിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സെക്ഷനകത്ത് നോക്കാം. ഒരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും ഇതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ സംശയമോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും എൻ്റെ നമ്പർ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തവർ ഇപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോ, ഞാൻ പറയാം. 9497268898. ഒന്നുകൂടെ 9497268898. അപ്പോൾ വാട്സാപ്പ് വഴിയോ നേരിട്ട് വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. വാട്സാപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരുന്നു. ചിലപ്പോൾ ഞാൻ ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ വാട്സാപ്പിനകത്ത് മെസ്സേജായിട്ടോ വോയിസ് മെസ്സേജായിട്ടോ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് എൻ്റെ ക്ലാരിഫിക്കേഷൻ തരാം. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ആത്മീയമായിട്ട് വളരാനായിട്ട് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി ഊർജ്ജം നൽകട്ടെ, വിസ്ഡം നൽകട്ടെ. എല്ലാവരെയും ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.